വിമൻസ് ഡേ. ഇന്ന് ലോകമെമ്പാടും വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ലോകത്തിന് വേണ്ടി ത്യാഗനിർഭരമായ ജീവൻ പോലും ബലിയർപ്പിച്ച വനിതകളെ ഓർക്കുന്ന ദിനമാണ് വിമൻസ് ഡേ. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സഹോദരിമാരുടെ ടീമായിരിക്കുന്ന വുമൺ ഇൻഫാക്റ്റിലും ഇൻഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതം തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഇടകളിൽ നമ്മുടെ സ്ഥാനം വരുവാനിടയായിത്തീരും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി എത്രത്തോളം ആത്മാർത്ഥതയോടെ നമ്മൾ സേവനം അനുഷ്ഠിക്കുന്നുവോ അതുപോലെ നമ്മളെ ദൈവരാജ്യം വിശാലമാകും, നമ്മളെ ഹൃദയം വിശാലമാകും, നമ്മളെ കാഴ്ചപ്പാടിന് മാറ്റം സംഭവിക്കും, നമ്മളെ ഇടുങ്ങിയ അനുഭവങ്ങൾ മാറും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യാനായി തുടങ്ങും. ആത്മാവിന് വിലയുള്ളതായി നമുക്ക് തോന്നും. ആത്മഭാരമുള്ളവരായി മാറും. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആത്മാവിന് വേണ്ടി നമുക്ക് കരയാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അതിനായി ഒരുങ്ങാം. എല്ലാ സഹോദരിമാരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.